ഇനി മൂന്നാമത്തെ വാജിബ് ഏതായിരിക്കും? റുക്കു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാജിബ് ഏതായിരിക്കും? റുക്കു റുക്കനാണ്. റുക്കുവിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അടുത്ത വാജിബ് എന്തായിരിക്കും? ഖൗലു സമിഅ അല്ലാഹു ലിമൻ ഹമിദ ലിൽ ഇമാമി വൽ മുൻഫരിദി. ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവരും എന്തു ചൊല്ലുക? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലുക. എന്താ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ അർത്ഥം? അള്ളാഹുവിനെ സ്തുതിച്ചവന്റെ സ്തുതി അള്ളാഹു കേട്ടിരിക്കുന്നു എന്നാണ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ. അത് ഇമാമും മുൻഫരിദും ചൊല്ലുക. ഇമാമു ചൊല്ലുക, ഒറ്റക്ക് നിസ്കരിക്കാൻ ചൊല്ലുക. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? ആര് ചൊല്ലേണ്ടതില്ല? മഅ്മൂമ് ചൊല്ലേണ്ടതില്ല. മഅ്മൂമ് ചൊല്ലേണ്ടതില്ല എന്ന് പറയാനുള്ള തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. എന്തിനാണ് ഒരു ഇമാമിനെ നിശ്ചയിക്കുന്നത്? പിൻപറ്റപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കബ്ബറ ഫകബ്ബിറൂ. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? തക്ബീർ അല്ല. ഇമാമ് തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക. വഇദാ ഖറഅ ഫഅൻസിതു. ഇമാമ് സൂറത്ത് ഓതാൻ തുടങ്ങിയാൽ, ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ഫഅൻസിതു, നിങ്ങൾ എന്ത് ചെയ്യുക? മിണ്ടാതെ ശ്രദ്ധിച്ച് കേൾക്കുക. വഇദാ ഖാല ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇമാമു ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ഓതിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫഖൂലു ആമീൻ. നിങ്ങൾ എന്ത് ചെയ്യുക? ആമീൻ എന്ന് പറയാ. വഇദാ റകഅ ഫർകഉ. ഇമാമു റുക്കൂ ചെയ്താൽ നിങ്ങൾ റുക്കൂ ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബനാ വലക്കൽ ഹംദ്. നിങ്ങൾ എന്ത് ചെയ്യുക? റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലുക. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലിയാൽ നിങ്ങളും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലുക എന്നല്ല പറഞ്ഞത്. ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇവിടെ തക്ബീർ അല്ലെന്ന് നബി എന്ത് പറഞ്ഞു? ഇമാം തക്ബീർ അല്ല, നിങ്ങളും തക്ബീർ അല്ലെന്ന് പറഞ്ഞു. എന്നാൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദന്റെ വിഷയം വന്നപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലുക. അപ്പൊ മഅ്മൂം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല. ഇത് ഏതുപോലെയാണ്? ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന. ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കൊടുക്കുന്ന നിങ്ങൾ കേട്ടാൽ ഫഖൂലു മിസ്ലമാ യഖൂൽ. ആ മുഅദ്ദിൻ പറയുന്ന പോലെ നിങ്ങളും പറയാന്ന് പറഞ്ഞല്ലോ. മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? എന്താ ഇതിന്റെ ജവാബ്? എന്താ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മുഅദ്ദിൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മളും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിൻ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മളും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാൻ. എന്നാൽ മുഅദ്ദിൻ ഹയ്യ അല സ്വലാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഹയ്യ അല സ്വലാ എന്ന് പറയുന്നത് അല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവിടെ നമ്മൾ വേറെ പറയുന്നത്. കാരണം എന്താ? വേറെ തന്നെ പഠിപ്പിച്ചു. അപ്പൊ ഇവിടെയും അങ്ങനെ വേറെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുക എന്നാണ്. അപ്പൊ ഇതാർക്കാണ്? ഇമാമിനും മുൻഫരിദിനും. മുൻഫരിദ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ. മഅ്മൂം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറയേണ്ടതില്ല. അതാണ് മൂന്നാമത്തെ വാജിബ്.